ഈ ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു കാര്യം ശരിക്കും ഒരു മാറ്റർ ആണ് എന്ന രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുവച്ചത് റിലേഷൻഷിപ്പ് ഉണ്ടായ സമയത്ത് ഉണ്ടായൊരു സംസാരമായിരുന്നു. മീൻസ് ഇതൊന്നും നടക്കത്തില്ല എന്ന രീതിയിലേക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അതങ്ങ് പോയി. റീസൺ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ടാ നടക്കാത്തെ? അപ്പോ കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ ഞാനായിട്ട് മറ്റേ എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന രീതിയിൽ ഞാനെല്ലാം എൻ്റെ മാക്സിമത്തിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. എൻ്റെതായ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം. പക്ഷെ എന്നിട്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നം പോലെ. അപ്പം ആ ഒരു ഏജിലായാലും ചെറിയ പ്രായത്തിലാണ്, എന്നാൽ പോലും അത്ര ചെറുതല്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? ഇപ്പോഴുള്ള മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ വീട്ടുകാരൊക്കെ കളിയാക്കും, കൂട്ടുകാരൊക്കെ കളിയാക്കും. എന്നാൽ ഇപ്പം ഉള്ള പോലെ അല്ല ആ സമയത്ത്. അന്ന് കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. ഐ എം ചബ്ബി, ഈ പറയും പോലത്തെ ചബ്ബി അങ്ങനെ അല്ല. കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞതാ, നമ്മള് വി ആർ നോട്ട് മെന്റ് ടു ബി അല്ല, ഒരുമിച്ച് പോകുന്നത് ശരിയാവത്തില്ല. റീസൺ ഒരാൾ ഇപ്പോൾ എന്നെ കണ്ടാൽ പറയും, ഓ നീ മറ്റേ ഒന്നുപോലെ ഇരിക്കാൻ, അവളെ കാണാൻ 10 പോലെ ഇരിപ്പുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്, ഈ തടിച്ചിട കൂടെയൊക്കെ ആണെന്നോ പോകുന്നത്? അതൊക്കെ കണ്ടാലേ ഒരുമാതിരി മോശം, ആൾക്കാരൊക്കെ കളിയാക്കും, ഒന്നും ശരിയല്ല. ഇതൊക്കെ ഒരു റീസൺ ആണ് ശരിക്കും. നമ്മുടെ ജീവിതത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ നീ മറ്റേ മെലിഞ്ഞ് 1 മാസം കൊണ്ടൊക്കെ മെലിഞ്ഞ് നിനക്ക് ഇതാവാൻ പറ്റുമോ? എനിക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഈ കാര്യം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ആലോചിക്കാം എങ്ങനെയാണ്, മീൻസ് എനിക്കത് ഞാൻ കേട്ടു ഓക്കെ എന്നുവരെ കേട്ട് മോട്ടിവേറ്റ് ആയ സമയമുണ്ട്. ഓക്കെ ശരി മെലിയാം. അപ്പം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തടിച്ച് ആയതുകൊണ്ടാണ് എന്ന രീതിയിലെ വേർഡാണ് അവർ യൂസ് ചെയ്യുന്നത്. വേറെ റീസൺ ഒന്നുമല്ല, ഇതാണ് മെയിൻ റീസൺ എന്ന രീതിയിൽ കോർണർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, പ്രൊഫഷണൽ ലൈഫിലായാലും നമുക്കൊരു വർക്ക് റിലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോഴും അവർക്ക് വേണ്ട ഒരു എക്സാക്ട് ഫിഗർ ടൈപ്പ് സൈസ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചവരുണ്ട്. എന്നുവെച്ചാൽ മറ്റേ 36, 24, 36 അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കണം, ഭയങ്കര ഫെയർ ആയിരിക്കണം, എല്ലാത്തിലും ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നും ഉണ്ടാവരുത് അതില്. ഈ പലരും ഇപ്പോഴും പറയുന്നുണ്ട് 2026 ഇവിടെ കളർ വ്യത്യാസമൊന്നുമില്ല, വണ്ണ വിവേചനമൊന്നുമില്ല. ശരിക്കും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ആരും പുറത്ത് പറയത്തില്ല. ഇല്ല, പറയുന്നവര് വളരെ ചുരുക്കമാണ്. പക്ഷെ ആക്ച്വലി ഇപ്പൊ പറയുമല്ലോ, നമ്മൾ അനുഭവിച്ചവർക്കേ അറിയൂ അതിന്റെ ഒരു വേദന. അപ്പോ എല്ലാ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആക്ടിങ് ഇൻഡസ്ട്രി ആണ് അങ്ങനെയൊന്നും അല്ല, ഏതൊരു ജോലിയിലായാലും ഇങ്ങനെ ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ ഓരോരോ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതില് നമ്മുടെ എന്താ പറയുക ഇൻഡസ്ട്രിയില് ആക്ച്വലി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷെ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഇതൊന്നും ഒരു വിഷയമല്ല, ആ ഒരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടേതായ കഴിവാണ് എല്ലാം എന്ന് വിചാരിച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന ഡയറക്ടേഴ്സും അതിനെ കാസ്റ്റ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് ഇന്ന ആൾ അതിൽ പെർഫെക്റ്റ് ആയിരിക്കും ആക്ടിങ്ങിൽ, അവരുടെ കഴിവ് നോക്കലു കേട്ടോ, അവരുടെ ആ ഒരു പാഷനിൽ അവർ വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ, എന്ത് നാച്ചുറൽ ആണ്, ഇതുപോലത്തെ ആൾക്കാർ വേണം, ഇവരാണ് നമുക്ക് ആപ്റ്റ് ആവുന്ന, അങ്ങനെ ചിന്തിച്ച് വരുന്നവരുണ്ട്. എന്നാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും വേണ്ട ഫിഗർ സൈസ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കണം, ഭയങ്കര സ്ലിം ആയിരിക്കണം, അങ്ങനെ അങ്ങനെ കണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അത് കൂടുതലും നിർബന്ധം വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് മേ ബി പ്രൊഡ്യൂസർ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ ഹെഡിൽ നിൽക്കുന്നവരുടെ കോൺസെപ്റ്റ് എന്താണോ അത് എക്സാക്റ്റ് വേണം. അതെന്തൊക്കെ പറഞ്ഞാൽ XOY അവർക്ക് ഈ രീതി വേണം എന്ന് ഡിമാൻഡിങ് പവർ. ഈ കല്യാണത്തിനാണെങ്കിലും അല്ലെ കൂട്ടുകാരുടെ ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴും ഓ എന്നെ വണ്ണവാ നിനക്ക്, നിന്നെയൊക്കെ ആരെങ്കിലും അടുത്ത് നിർത്തുമോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആയിട്ട് കേട്ടിട്ടില്ല, പക്ഷെ മറ്റേ ഈ ക്ലീഷേ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഏതാ, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി മറ്റേ നിൽക്കുന്ന ടൈമിലൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ, വേറൊന്നുമല്ല, വെറുതെ ഇനി തടി കൂട്ടരുത്, ഒരു എക്സ്ട്രാ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവും ഒരു റിസപ്ഷൻ എന്തെങ്കിലും പരിപാടി പോകുമ്പോൾ. അപ്പൊ നമ്മളത് കഴിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇതൊന്നും കഴിക്കില്ലേ, വെറുതെ തടി വെച്ച് കൂടി കെട്ടാനൊന്നും ചെക്കാനൊന്നും വരില്ല അങ്ങനെ. അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ബോഡി കോൺഫിഡൻസ് പോസിറ്റിവിറ്റി ഉണ്ടാവും, പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ എങ്ങനെയും അടിച്ച് താഴ്ത്തണം എന്ന രീതിയിൽ നമ്മളെ എന്താ പറയുക കോൺഫിഡൻസിനെ കളയാൻ നോക്കുന്നവരുണ്ട്.
അത് ഏറ്റവും സങ്കടം എന്ന് പറയുന്ന ഒന്നുകിൽ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ഫ്രണ്ട് സോൺ ആയിരിക്കാം. ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞാൻ കോമൺ ഫ്രണ്ടാണ് എല്ലാവരുടെയും. ഗ്രൂപ്പ് എന്ന് പറയാൻ ഉണ്ടാവും. എനിക്കൊരു ഫ്രണ്ട്സ്, ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിസത്തിൽ ആയിരുന്നു എൻ്റെ സ്കൂളിംഗ് തൊട്ട് എനിക്ക് ഫീൽ ചെയ്ത് വന്നിട്ടുള്ളത് പേഴ്സണലി. അങ്ങനെ പറയത്തക്ക ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യോ ആ ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടവരൊക്കെ കൂടെ നിന്നിട്ടുണ്ടോ? സ്നേഹഗൗരിക്ക് ഒരു ആവശ്യം വന്നില്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം എല്ലാവരും ഓരോരോ ഗോ ത്രൂ സിറ്റുവേഷൻസിലാണ്, പല ജീവിത സാഹചര്യങ്ങളിൽ അവരും ഒരുപാട് അനുഭവിച്ചും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ നിർബന്ധിക്കില്ല എൻ്റെ കൂടെ വേണം എന്ന രീതിയിൽ. പക്ഷെ അങ്ങ് അറ്റം എക്സ്ട്രീംസിൽ പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാര് എല്ലാരും ഉണ്ടായിരുന്നു എന്നല്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താന്ന് ചോദിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ഗൗരി, നിനക്ക് ഇത്രമേൽ അനുഭവമുള്ള ഒരു വ്യക്തിയാന്ന് പറയത്തില്ല കേട്ടോ. കണ്ട ചിരി ചൂസ് ചെയ്യണം എന്നാണ് എനിക്കൊരു ഇതുള്ള കാര്യം. അല്ല, ഇപ്പം എന്താ പറയാ, ഞാൻ ഇപ്പൊ ഇരുന്ന് കരയുവാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ അജിന്റെ അടുത്തായാലും ഒരു വിഷമം പറയാൻ കരയുവാണെങ്കിൽ എങ്ങനെയായാലും മേ ബി ഡിപ്പെൻസ് ഓൺ ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ. പക്ഷെ കൂടുതൽ ആൾക്കാരും ജഡ്ജ് ചെയ്യുന്ന സങ്കടത്തിലോ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫേസ് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയും എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. സഹതാപമാണ് കൂടുതലും നമ്മൾ വിഷമിച്ചിരുന്നുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ ടെൻഷനായിരുന്നുള്ള ഒരു ഫേസിൽ അവർക്ക് തോന്നുന്നത്. ഏതൊരു ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും നമുക്ക് ചിരിക്കാനുള്ള ഒരു പവർ ഉള്ളിൽ അത് വരും. നമ്മൾ ഇത്രയും ജീവിച്ചു വരുമ്പോൾ സാഹചര്യത്തിൽ അങ്ങ് വന്ന് പോകുന്നതാണ്. ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലെ വിഷമം ഞാൻ അറിഞ്ഞാൽ മതി. കാര്യം എൻഡ് ഓഫ് ദ ഡേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമുക്ക് നമ്മളെ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു സർവൈവിങ് സ്കില്ലാണ് നമ്മൾ ഒരാളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫേസും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്.